ഹലോ ഫ്രണ്ട്സ്, മോങ്ക് ഡിസൈൻ 87 എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മനോഹരമായിട്ടുള്ളൊരു വിസിറ്റിംഗ് കാർഡ് എങ്ങനെ നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ആദ്യമേ ആവശ്യമുള്ളത് Pixellab എന്നൊരു ആപ്ലിക്കേഷനാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഇമേജ് സൈസ് ഒന്ന് സെറ്റ് ചെയ്യുന്നു. അതൊരു തംബ്നെയിൽ സൈസ്, അതായത് യൂട്യൂബിൻ്റെ തംബ്നെയിൽ സൈസാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ്. അതിനുശേഷം നമുക്കൊരു ടെക്സ്റ്റിൻ്റെ ലെയർ ഉണ്ടാവും. ആ ലെയർ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഡിസൈൻ ആവശ്യമായിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു ബോക്സിൽ നിന്ന് അതിനാവശ്യമായിട്ടുള്ള ഷേപ്പ് ഏത് രീതിയിൽ വെച്ചെങ്കിൽ സെലക്ട് ചെയ്യാം. അതിന് കഴിഞ്ഞ് അതിനാവശ്യമായിട്ടുള്ളൊരു കളർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ എടുക്കാം. ഞാനിപ്പോൾ ഒരു റെഡ് കളർ സെലക്ട് ചെയ്തെന്ന് മാത്രം. അതിനുശേഷം അത് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സൈസിൽ ആ ഒരു പേജിലേക്ക് സെറ്റ് ചെയ്യാം. അത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു ഷാഡോ കൊടുക്കണം. അല്ലെങ്കിൽ നമുക്കൊരു ഒറിജിനാലിറ്റി, അതൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ലെയറിൻ്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചൊരു ലെയർ ഫെയ്ഡിങ് കൊടുക്കുന്ന ഒരു ഷെയ്ഡ് കൊടുക്കുകയാണ് അതിന് പുറകിലായിട്ട്. അത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അതിൻ്റെ ഒരു കോപ്പി, അതായത് ആദ്യം നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പിന് എക്സാക്റ്റ് സെയിം ആയിട്ടുള്ളൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ആ ലെയറിൻ്റെ തന്നെ കോപ്പി എടുക്കുന്നു. അത് ഒരു 2 ലെയർ എക്സ്ട്രാ നമ്മൾ കോപ്പി എടുക്കുന്നുണ്ട്. ഒന്ന് റൈറ്റിലോട്ട്, ഒന്ന് സെൻറ്ററിലോട്ട്. അപ്പോൾ നമുക്ക് ആ സെൻറ്ററിലുള്ള ഒരു ഷേപ്പിന് മാത്രം ഒരു കളർ ചേഞ്ച് കൊടുക്കാം. നമ്മളൊരു വൈറ്റ് കളർ സെലക്ട് ചെയ്യും. അപ്പോൾ നമുക്കൊരു തിരക്കില്ലാത്തൊരു പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിന് സെൻട്രലായിട്ട് അല്ലെങ്കിൽ ആ ഒരു വൈറ്റ് ലെയറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ലോഗോ എടുക്കുക. അതൊന്നെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ലോഗോ എടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോഗോ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ലോഗോ ക്രിയേഷനെ കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ലോഗോയ്ക്ക് പകരം ഞാനൊരു ലെറ്ററിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ലെറ്ററിങ്ങിന് ഞാനിപ്പോൾ ഒരു MJ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്ററിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ MJ ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമുക്കതിനാവശ്യമായിട്ടുള്ള നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്യുക. അത് നമ്മുടെ ഫോൾഡേഴ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇഷ്ടമുള്ളത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഫോണ്ടാണ് ഇപ്പോൾ ഇതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഫോണ്ട് എടുത്തതിന് ശേഷം നമുക്കതിനൊരു പാറ്റേൺ കൊടുക്കണം. അത് ഡയറക്റ്റ് ഒരു കളറല്ലാതെ കുറച്ചൊരു 3D ലുക്ക് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോപ്പർ മെറ്റാലിക് ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സെലക്ട് ചെയ്തത്. നമുക്കതിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു വൈറ്റ് ലെയറിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ആവശ്യമായിട്ടുള്ള സൈസിൽ ആവശ്യമായിട്ടുള്ള പൊസിഷൻ സെറ്റ് ചെയ്യാം. കുറച്ച് സമയമെടുത്ത് തന്നെ ചെയ്യുക. കറക്റ്റായിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നവരെ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുക. അത് ചെയ്തതിന് ശേഷം നമ്മൾ ആ ലെയറുകൾ ഒന്ന് ലോക്ക് ചെയ്തിടുക. അത് നമ്മളിനി അടുത്ത വർക്കുകൾ ചെയ്യുമ്പോൾ അതിന് സ്ഥാനമാറ്റങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ലോക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യും. അപ്പോൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ എടുത്ത് അതിൻ്റെ ട്രാൻസ്പെറൻറ്റ് കൊടുത്ത് അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടൊരു ഇപ്പോൾ ഞാൻ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ റെഡും ഒരു മെറ്റാലിക് ഗ്രേഡിയൻറ്റും കൂടി വരുന്ന ഒരു പാറ്റേൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നെയിം കൊടുക്കുന്നതിനുള്ളൊരു ബോക്സ് സെറ്റ് ചെയ്യാം. അതിനപ്പോൾ ഒരു ബോക്സ് നമ്മൾ സെലക്ട് ചെയ്തു. നമ്മൾ നേരത്തെ എടുത്തത് ഷേപ്പിൽ നിന്നും ഒരു ബോക്സ് സെലക്ട് ചെയ്ത് അത് നമ്മൾ ആവശ്യമായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് അവിടെ വെക്കുക. അതിനുശേഷം നമ്മൾ അതിനും ഒരു പാറ്റേൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സിൽവർ മെറ്റാലിക് ഗ്രേഡിയൻ്റ് ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ ഒരു ലെയറും കൂടി ആവശ്യമായിട്ടുണ്ട്. അതിപ്പോൾ പേരിനുള്ളതൊരെണ്ണമായി ഇനിയിപ്പോൾ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് വരണം. അതിൻ്റെ തന്നെ ഒരു കോപ്പി നമുക്ക് എടുക്കാം. കോപ്പി എടുത്തിട്ട് നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള ഒരു പൊസിഷനിൽ കൊണ്ടുപോയി വെക്കുക. രണ്ടും ഏകദേശം ഒരു ലെയറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് രണ്ടിനെയും കൂടി മെർജ് ചെയ്ത് ഒറ്റ ലെയർ ആക്കുകയാണ്. നമ്മൾ സിംഗിൾ ലെയർ ആക്കിയതിന് ശേഷം അതിന് ഒരു 3D ഫീല് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് ഷാഡോ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചൊരു ഷാഡോ ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ X ഡയറക്ഷനിലും Y ഡയറക്ഷനിലും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലെവൽ നമുക്ക് നമ്മൾക്കൊരു എങ്ങനെയാണോ തൃപ്തി വരുന്നത് ആ രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ റേഡിയസ് ഒരുപാട് ബ്ലർ ആക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സാമ്പിളായിട്ടാണ് നമ്മുടെ ആ 2 ബോക്സുകളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പേരും നമ്പറും കൊടുക്കാം.
നമ്മൾ ഫസ്റ്റത്തിൽ നമുക്ക് പേര് സെലക്ട് എഴുതാം. അതിപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പേര് ആരുടെയാണോ അത് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതവിടെ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സൈസ് നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. നിങ്ങൾ ഇഷ്ടമനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. ഞാനിപ്പോൾ സാമ്പിളായിട്ടൊരിത് കാണിക്കുന്നത് മാത്രം. മാക്സിമം നമ്മൾ പുറകിലത്തെ ഒരു കളർ ഏതാണോ അതിന് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കളറിൽ തന്നെ നെയിം കൊടുക്കാൻ നോക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാണുന്നത്. പിന്നെ അടുത്ത ലെയറിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നതിൻ്റെ അവിടെ നമുക്ക് ഒരു എന്താ പറയുക കോപ്പി പേസ്റ്റ് ചെയ്യാൻ നോക്കുക. അതായത് നെയിമിൻ്റെ ബോക്സ് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതാകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ നെയിം എഴുതാൻ യൂസ് ചെയ്തിരിക്കുന്ന അതേ സൈസിലും അതേ ഫോണ്ടിലും നമുക്ക് ആ ലെറ്റേഴ്സ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്തിൻ്റെയാണോ അതിൻ്റെ പേര് ആഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഇതുപോലെ തന്നെ ഒരു ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഞാൻ MJ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫുൾ ഇതായിട്ട് മാഡ്ജാക്ക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി നെയിമായിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു ഡാൻസ് ഫീൽഡിൽ ഉണ്ടാകുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ മാഡ്ജാക്ക് ഒരു ഡാൻസ് കമ്പനി എന്നുള്ള പേരിലാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ആവശ്യമുള്ള നമുക്ക് സൂട്ടാവുന്ന ആ ഒരു നമ്മുടെ പാറ്റേണും എല്ലാത്തിനും സൂട്ടാവുന്ന ഒരു ലെറ്ററിങ് നമുക്ക് സെലക്ട് ചെയ്യാം. ലെറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു കറക്റ്റ് പൊസിഷൻ നോക്കി സെറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒരു ടെക്സ്ചർ പാറ്റേൺ കൊടുക്കണം. അപ്പോൾ ആ ഒരു ടെക്സ്ചർ നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ എടുത്തുള്ള നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്ചർ നമുക്ക് ഗാലറിയിൽ നിന്ന് തന്നെ നേരിട്ട് സെലക്ട് ചെയ്തെടുക്കാം. ഞാനത് അങ്ങനെ ഒരു ഇത് കൊടുത്ത് അത് ഇനേബിൾ ചെയ്തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത വരും അതിൻ്റെ ഓരോ നെയിമിനും അതിൻ്റെ തൊട്ട് താഴെ നമുക്കൊരു ചെറിയൊരു ടാഗ് ലൈനോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതിനപ്പോൾ ഇതിനകത്ത് ഞാൻ കൊടുക്കുന്ന മാഡ്ജാക്ക് എന്നുള്ള ആ ഒരു കമ്പനി നെയിമും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡാൻസ് കമ്പനി എന്നുള്ളൊരു ടാഗും കൂടിയാണ് അതിനകത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഡിഫറെൻറ്റ് സൈസിൽ യൂസ് ചെയ്യാൻ പറ്റും. രണ്ടോട്ട് ഇതും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സൈസിലാക്കാൻ വേണ്ടി വേറൊരു ഇതിലെടുത്ത് അതിനെ നമുക്ക് കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. മറ്റേത് ബാക്കിൽ റെഡ് ആയതുകൊണ്ട് അതിന് ഡിഫറെൻ്റ് ആയിട്ടൊരു ബ്ലാക്ക് കളറാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനാവശ്യമായിട്ട് സ്യൂട്ടാവുന്നു. അത് സെക്കൻഡ് ലൈൻ ഒരു ടാഗ് ലൈനായിട്ട് വരുന്നതുകൊണ്ട് തന്നെ മറ്റേന്ന് മെയിൻ ലൈനിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു ഇതും സെലക്ട് ചെയ്ത് ഫോണ്ടും സെലക്ട് ചെയ്തു. അതിനുശേഷം ആ ലെറ്ററിങ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്പേസ് ബാറിങ്ങും സ്പേസിങ്ങും ഇട്ടിട്ടൊന്ന് ലെറ്ററിങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരു ലെയർ ലെവലിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെയറുകളെല്ലാം കൂടി ഒന്ന് മെർജ് ചെയ്തെടുക്കാം. ഈ രണ്ട് ലെയർ അത് മാഡ്ജാക്കും ഡാൻസ് കമ്പനി എന്നുള്ളത് ഒറ്റ ലെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പത്തിനുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്തു. ശേഷം ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിനൊരു ഷാഡോ എഫക്റ്റ് കൊടുക്കാം. ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാം, ഒരു 3D ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയൊരു ഷാഡോ കൊടുക്കുക. അതിൻ്റെ റേഡിയസ് ബ്ലറിങ് മാക്സിമം കുറച്ചിടാൻ നോക്കുക. അത് കൊടുത്തതിന് ശേഷം നമുക്കിനി വേണ്ടത് അടുത്തൊരു ഷേപ്പാണ്. ലാസ്റ്റ് നമുക്ക് ചെറിയൊരു ഡിസൈനിങ് വർക്ക് പോലെ ചെറിയൊരു ഇത് കൊടുക്കാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ചെയ്ത് നമ്മുടെ ആദ്യത്തെ നമ്മുടെ നെയിമും കോൺടാക്റ്റും എഴുതിയിരിക്കുന്ന ആ ഒരു ലെയർ തന്നെ കോപ്പി ചെയ്ത് ചെറിയൊരു ബാറായിട്ട് താഴെ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് താഴെ കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം അപ്പോൾ നമ്മുടെ ആദ്യം ചെയ്ത പാറ്റേൺ ഫ്രണ്ടിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെച്ച പാറ്റേൺ നേരെ സെൻറ്റ് ടു ബാക്ക് കൊടുത്തു. അത് പുറകിൽ പോയി ഇപ്പോൾ ഒരു കാണാൻ കൊള്ളാവുന്നൊരു പാറ്റേൺ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ അതെടുത്ത് നോക്കാം. അതിനുശേഷം നമുക്കിപ്പോൾ ഒരു ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സേവ് പ്രൊജക്റ്റ് കൊടുക്കും. നമ്മളിപ്പോൾ കൊടുക്കുമ്പോൾ നോക്കേണ്ടത് ക്വാളിറ്റി എപ്പോഴും അൾട്രാ ഇട്ടിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഫോർമാറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും നല്ല വീഡിയോസ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.